ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് പേര് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോളേജിലോട്ടേക്ക് പോകുമ്പോൾ എന്തെല്ലാം സാധനങ്ങൾ കയ്യിൽ എടുക്കണം. അത് ചില സാധനങ്ങൾ അവിടെ കിട്ടില്ല, ചിലത് ഇവിടുന്ന് വാങ്ങുന്നതാണ് ബെറ്റർ. അപ്പം അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കൊണ്ടുപോകണം എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉസ്ബെക്കിൽ നിന്നല്ല, ഉസ്ബെക്ക്, കിർഗിസ്ഥാൻ, റഷ്യ, ഇവിടെ എങ്ങോട്ടേക്ക് അബ്രോഡ് അഡ്മിഷൻ എടുത്തവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ നമുക്ക് മെയിനായിട്ടും ഫസ്റ്റ് ബുക്സിൽ തുടങ്ങാം. അപ്പോൾ ബുക്സ്, അപ്പോൾ നിങ്ങൾ ചില ആൾക്കാർ ചോദിച്ചു ഫസ്റ്റ് ഇയർത്തെ ബുക്സ് മാത്രം മതി അത് ഫുൾ ബുക്ക് എടുക്കുന്നു. ഫസ്റ്റ് ഇയർത്തെ ബുക്സ് മാത്രം എടുത്താൽ മതി. അത് നിങ്ങൾക്ക് മെയിൻ സബ്ജക്ട്സ് ആയിട്ട് അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി, ഹിസ്റ്റോളജി, ഈ 4 സബ്ജക്റ്റിൽ ഏതെങ്കിലും സബ്ജക്റ്റിലേക്ക് നിങ്ങൾക്ക് മെയിൻ സബ്ജക്റ്റായിട്ട് വരാം. ചിലപ്പോൾ 4 സബ്ജക്റ്റ് മെയിൻ സബ്ജക്റ്റായിട്ട് വരും. സോ ഈ ബുക്സൊക്കെ എടുക്കാം. അനാട്ടമിക്ക് ബീഡ് ചൗര്യസി യൂസ് ചെയ്യാം. പിന്നെ ഫിസിയോളജിക്ക് ഗൈറ്റൻ അല്ലെങ്കിൽ GK പാൽ, ബയോകെമിസ്ട്രിക്ക് DM വാസുദേവൻ്റെ ബുക്ക് എടുക്കുക. പിന്നെ ഈ എല്ലാ ബുക്സും നിങ്ങൾക്ക് സോഫ്റ്റ് കോപ്പി ആയിട്ടും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ PDF ഡൗൺലോഡ് ചെയ്തിട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വെയിറ്റൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ആ ബുക്സിൻ്റെ വെയിറ്റിന് പകരം വേറെ സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റും. പിന്നെ ചില ആൾക്കാർക്ക് ഉണ്ടല്ലോ ഇങ്ങനെ കയ്യിൽ പിടിച്ച് പഠിക്കണം, ഇതിൻ്റെ പോലത്തെ ലൈക്ക് അങ്ങനെ എനിക്കിങ്ങനെ ഈ ഡിജിറ്റൽ കോപ്പീസിനേക്കാൾ ഇഷ്ടം ബുക്ക് കയ്യിൽ പിടിച്ച് പഠിക്കാനാണ്. സോ അങ്ങനത്തെ ആൾക്കാർക്ക് ബുക്ക് കൊണ്ടുവരുന്നവർക്ക് PDF യൂസ് ചെയ്യാം. പിന്നെയെന്ന് പറഞ്ഞാൽ മെഡിസിൻസ്, ബേസിക് ആയിട്ടുള്ള എല്ലാ മെഡിസിൻസും എടുക്കാൻ വേണ്ടി നോക്കുക. ലൈക്ക് പനി, ജലദോഷം, കഫക്കെട്ട്, തലവേദന, വയറുവേദന, മേലുവേദന, ഇങ്ങനെ എല്ലാ വേദനകളുടെയും മെഡിസിൻസ് എടുക്കാം. പിന്നെ കഫ് സിറപ്സ്, അസിത്രോമൈസിൻസ്, പാരസെറ്റമോൾ, ഇതൊക്കെ എടുക്കാം. നമുക്ക് ഞാൻ ബേസിക് ആയിട്ടുള്ള എന്തൊക്കെ മെഡിസിൻസ് എടുക്കണമെന്ന് ഇവിടെ കൊടുക്കാം, അത് വാങ്ങിയാൽ മതി. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്ടൻസിൽസ്, ഇപ്പം നിങ്ങൾക്ക് സെൽഫ് കുക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒരു കുക്കർ കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. ഫ്രൈ പാന്, കുക്കറ്, പിന്നെ ഒരു പ്ലേറ്റ്, ഗ്ലാസ്, സ്പൂണ്, നൈഫ്, ഫോർക്ക്, ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഈ പ്ലേറ്റും ഗ്ലാസ്സൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉസ്ബെക്കിൽ നിന്ന് വാങ്ങാൻ പറ്റും. പക്ഷേ കുക്കർ ഉസ്ബെക്കിൽ കിട്ടില്ല. സോ കുക്കർ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ. പിന്നെ സെൽഫ് കുക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ മസാല സാധനങ്ങളൊക്കെ ചില്ലി പൗഡർ, ടർമറിക്, കൊറിയാണ്ടർ, ഗരം മസാല, മീറ്റ് മസാല, സാമ്പാർ പൗഡർ, ടീ പൗഡർ, മിൽക്ക് പൗഡറൊക്കെ കൊണ്ടുവരാം. മിൽക്ക് പൗഡറൊന്നും അവിടെ കിട്ടില്ല. മിൽക്ക് പൗഡർ, ടാങ്ക്, ഹോർലിക്സ്, ഇങ്ങനത്തെ ഒരു സാധനം അവിടെ കിട്ടില്ല. അപ്പോൾ അതൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാം. ഓക്കെ. ഇതൊക്കെ ഞാനൊരു ഇത് ബേസ് ആയിട്ട് പറയുകയാണ്. നിങ്ങൾക്ക് ഇതിലെടുക്കാൻ താല്പര്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്താൽ മതി. ഇപ്പോൾ ഈ സെൽഫ് കുക്ക് ചെയ്യാൻ താല്പര്യമില്ല, ഹോസ്റ്റലിലത്തെ മെസ്സിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ മസാലകളൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഓക്കെ. പിന്നെ നമുക്ക് സ്കിൻ കെയറിലോട്ടേക്ക് വരാം. അപ്പോൾ ഈ സ്കിൻ കെയറിലോട്ടേക്ക് വരുമ്പോൾ എന്തായാലും നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഉസ്ബെക്കിലോട്ടേക്ക് മാറുമ്പോൾ നമ്മുടെ സ്കിൻ കംപ്ലീറ്റ്ലി മാറും. ഇപ്പം നിങ്ങൾ ഓയിലി സ്കിൻ ആയിക്കോട്ടെ, നിങ്ങൾ നോർമൽ സ്കിൻ ആയിക്കോട്ടെ, നിങ്ങൾ ഉസ്ബെക്കിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആവും. ഫോർ ഷുവർ അത് ഡ്രൈ ആവും. കാരണം അങ്ങനെയാണ് അവിടുത്തെ ക്ലൈമറ്റ്. ഓക്കെ. അപ്പോൾ നിങ്ങളൊരു നല്ല മോയ്സ്ചറൈസറ്, ലിപ് ബാം, ബോഡി ലോഷന്, പിന്നെ ഒന്നുകൂടി സൺസ്ക്രീൻ, ഇതൊക്കെ കൊണ്ടുവരാൻ വേണ്ടി നോക്കാം. ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ് കൊണ്ടുവരാൻ വേണ്ടി നോക്കാം. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ 3 പിൻ കൊണ്ടുവരാൻ നോക്കുക. കാരണം അവിടുത്തെ സോക്കറ്റ് ഇവിടുത്തെ സോക്കറ്റിൽ നിന്ന് വ്യത്യാസമുണ്ട്. റൗണ്ടാണ്. റൗണ്ടിൽ ഇങ്ങനെ 2 ഹോൾസ് ആയിട്ടാണ്. ഇവിടെ ഇങ്ങനെ 3 ഇത് വരുന്നതല്ലേ. അപ്പോൾ ഒരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഒരു 3 പിൻ കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ ഒരു ചാർജറും അതിൽ കയറില്ല. പിന്നെ ലൈക്ക് നമ്മളിപ്പോൾ എന്തൊരു ഇലക്ട്രിക് സാധനങ്ങൾ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകും, ഡിവൈസ് എന്തെങ്കിലും കൊണ്ടുപോകുകയാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ഇലക്ട്രിക് ഐറ്റം കൊണ്ടുപോകുകയാണെങ്കിലും അതവിടുന്ന് കുത്താൻ കഴിയില്ല. സോ ഒരു 3 പിൻ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് കൊണ്ടുപോകാം. ഇപ്പോൾ ജാക്കറ്റ് കൊണ്ടുവരണമെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ട്. അപ്പോൾ ജാക്കറ്റ് ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഇയറിൽ നിന്ന് ഇവിടെ നിന്നായിരുന്നു ജാക്കറ്റ് വാങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ലഗേജിൻ്റെ പകുതി ജാക്കറ്റിന് വേണ്ടിയിട്ടാണ് പോയത്. കാരണം അത്ര സ്പേസ് വേണം ജാക്കറ്റിന്. ജാക്കറ്റ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാം, അല്ലെങ്കിൽ ഉസ്ബെക്കിൽ നിന്ന് വാങ്ങാം. നല്ല ക്വാളിറ്റി ജാക്കറ്റ് കിട്ടണമെങ്കിൽ ഉസ്ബെക്കിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ചോയ്സ്. പിന്നെ നിങ്ങൾ ലഗേജിലോട്ടേക്ക് ജാക്കറ്റ് വെച്ചാൽ പകുതി സ്ഥലം തന്നെ പോകും. സോ എനിക്ക് തോന്നുന്നത് ഇവിടെ വന്നിട്ട് വാങ്ങുന്നതായിരിക്കും നന്നാവുക. കാരണം സെപ്റ്റംബർ ഇൻടേക്കിൽ കയറുന്നവർക്ക് തണുപ്പ് എന്ന് പറഞ്ഞാൽ ഓട്ടം സീസണാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൊടൈക്കനാലിൽ പോയൊരു തണുപ്പുണ്ടാവും. രാവിലെ കൊടൈക്കനാലിൽ അങ്ങനെ ഉണ്ടാവും ആ ഒരു തണുപ്പ്, അതിൽ കൂടുതലൊന്നും ഉണ്ടാവില്ല. സോ അത്യാവശ്യം കട്ടിയുള്ള ഡ്രസ്സ് ഇട്ടത് തന്നെ ഞങ്ങൾക്കത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക്
ക്ലോത്ത്സിലോട്ട് വരാം. ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹോസ്റ്റലിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നൈറ്റ് ഡ്രസ്സ്, ലൈക്ക് പൈജാമാസ് ഒക്കെ എടുക്കാം. പിന്നെ കോളേജിലോട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സ്. വിൻ്റർ ക്ലോത്ത്സ് 1-2 എടുക്കുക. അതേപോലെ സമ്മർ ക്ലോത്ത്സ് 1-2 എടുക്കുക. ബാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് വാങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കൊണ്ടുവരുന്നതെങ്കിൽ അങ്ങനെ കൊണ്ടുവരാൻ കുഴപ്പമില്ല. പിന്നെ പാർട്ടി വെയർസ്. ഇപ്പോൾ ഫർഗാനിലൊക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 5-6 പാർട്ടി വെയർ എടുത്തിട്ട് വരണം. കാരണം തൊട്ടേന് പിടിച്ചതിനൊക്കെ പരിപാടിയാണ് വേണ്ട. സോ ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ ഓണം, ദീപാവലി, ഹോളി, ഫ്രഷേഴ്സ്, ഫെയർവെൽ, പിന്നെ ഇപ്പോൾ എന്താ ഉള്ളത്, പെരുന്നാളിൻ്റെ പരിപാടി, പിന്നെ അങ്ങനെ കുറേ അല്ലറ ചില്ലറ പരിപാടികൾ ഫർഗാനിലുണ്ടാവും. സോ ഫർഗാനിൽ പഠിക്കുന്ന ഒരു 5-6 പാർട്ടി വെയറൊക്കെ എടുത്തിട്ട് വരാം. ഓക്കെ. പിന്നെ ഹാങ്ങർ വേണമെങ്കിൽ കൊണ്ടുവരാം. ചില യൂണിവേഴ്സിറ്റിയിലത്തെ ഹോസ്റ്റലത്തെ ചില കബോർഡുകൾ ഇങ്ങനെ തട്ടല്ല, അങ്ങനെ ഒരു ഫുൾ ഒരു ഇതാണ്. അപ്പോൾ തട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഹാങ്ങർ എന്തായാലും വേണ്ടി വരും. അപ്പോൾ ഒരു ഹാങ്ങർ കൊണ്ടുവരാൻ നോക്കാം. ഒരു വാട്ടർ ബോട്ടിൽ കൊണ്ടുവരാം. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ടിഫിൻ ബോക്സും കൂടി കൊണ്ടുവരാം. കാരണം നിങ്ങൾക്കിപ്പോൾ ഉച്ചക്കൊക്കെ ക്ലാസ്, ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിന് കുറച്ച് ദൂരമാണെങ്കിൽ നിങ്ങൾക്ക് ഉച്ചക്ക് ഹോസ്റ്റലിൽ ഫുഡ് കൊണ്ടുപോയി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ തിന്നാലോ. അപ്പം ഒരു ടിഫിൻ ബോക്സ് നല്ലതാണ്. പിന്നെ ടോയ്ലറ്ററീസ് ലൈക്ക് ഷാമ്പൂ, ബ്രഷ്, പേസ്റ്റ്, സോപ്പ്, ഫേസ് വാഷ്, ബോഡി വാഷ്, അങ്ങനത്തെ കുറച്ച് ചില്ലറ സാധനങ്ങൾ ഒക്കെ കൊണ്ടുവരാം. ഒരു 3 മന്ത്സിനേക്കുള്ള കൊണ്ടുവന്നാൽ മതി. ബാക്കി കാർഡ് വന്നിട്ട് വാങ്ങാൻ പറ്റും. പിന്നെയെന്ന് പറഞ്ഞാൽ ബെഡ്ഷീറ്റ്. ഓക്കെ, അത് ഞാൻ മറന്നുപോയി. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ ഫസ്റ്റ് ഒരു സെറ്റ് ഓഫ് ബെഡ്ഷീറ്റ് തരും. ബെഡ്ഷീറ്റ്, പില്ലോ കവർ, പിന്നെ ഒരു ഇങ്ങനത്തെ ഒരു സാധനം, ഇങ്ങനത്തെ ഒരു സാധനം കിട്ടും. ഇതിനൊരു കവർ കിട്ടും. അപ്പം അങ്ങനത്തെ ഒരു സെറ്റ് കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ അത് വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേറെ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു സെറ്റ് കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റ്, ഒരു പില്ലോ കവർ, ഒരു പുതപ്പ്, ഇത്ര കൊണ്ടുപോയാൽ മതി. ഒറ്റ സെറ്റ് കൊണ്ടുപോയാൽ മതി. ഒരു സെറ്റ് ഓഫ് ഷൂ, ഒരു സ്ലിപ്പേഴ്സ്, പിന്നെ പാർട്ടി വെയറിന് ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സ്, ഒരു ചെരുപ്പ്, പിന്നെ കെറ്റിൽ. ഓ മൈ ഗോഡ്, മറന്നുപോയി. കെറ്റിൽ ഭയങ്കര ഹോസ്റ്റൽസിന് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കെറ്റിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഉപകാരമാണ്. ലൈക്ക് പെട്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചായ ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ചൂടുവെള്ളം എന്തായാലും കുടിക്കണം. കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പനി, ജലദോഷമൊക്കെ ഉറപ്പാണ് ഒരു ക്ലൈമറ്റിനോട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ കെറ്റിൽ എന്തായാലും കൊണ്ടുവരണം. അപ്പം അത്രയൊക്കെയുള്ളൂ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാം. എന്തുണ്ടെങ്കിലും മെസ്സേജ് അയക്കാം. ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണും വരെ ബൈ ബൈ.